നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരുന്ന പശ്ചാത്തലത്തിൽ രോഗികളെ പരിശോധിക്കാതെ സ്ഥലം വിടുന്നത് ചോദ്യം ചെയ്തതിന് SDPI പ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച SDPI ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിൽ ഞായറാഴ്ചകളിലടക്കം ഡോക്ടർമാർ നേരം വൈകി വരികയും ഉച്ചയ്ക്ക് മുമ്പേ സ്ഥലം വിടുന്നതിനെതിരെ പ്രതികരിച്ചതിനാണ് SDPI പ്രവർത്തകൻ ചെട്ടിപ്പടി പാണ്ടി യാസറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പാർട്ടി ആരോപിച്ചു. രോഗികളോട് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സ്വീകരിച്ച സമീപനം വീഡിയോ സഹിതം കോടതിയുടെ മുന്നിൽ നൽകിയതിനെ തുടർന്ന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ച യാസർ അറഫാത്തുമായി ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിലേക്ക് SDPI പരപ്പനങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ആശുപത്രി കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. കൃത്യസമയം പാലിച്ച് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. SDPI സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. മാർച്ച് SDPI ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് സാന്ത്വനം നൽകേണ്ട ഡോക്ടർമാർ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നതും ചികിത്സ നൽകാതെ സ്ഥലം വിടുന്നതും അനുവദിക്കില്ലെന്ന് ഹമീദ് പരപ്പനങ്ങാടി പറഞ്ഞു. മഞ്ഞപ്പിത്ത ബാധിതരായ രോഗികൾ ക്രമാതീതമായി പെരുകുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിസ്സംഗത മനുഷ്യത്വരഹിതമാണ്. രോഗികളോട് മോശമായി പെരുമാറിയ ഡോക്ടറുടെ കള്ളപ്പരാതിയിൽ പരപ്പനങ്ങാടി പോലീസ് സ്വീകരിച്ചത് കാടത്ത നയമാണെന്നും 100 കണക്കിന് രോഗികൾ സാക്ഷിയായിരിക്കെ പരിശോധിക്കാൻ മനസ്സിലെന്ന് പ്രഖ്യാപിച്ച ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനസ്സിലാക്കാത്ത ചില ഡോക്ടർമാരുണ്ട്. ഇവിടെ ഒരു വലിയ ബോർഡുണ്ട്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന്. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഒരു ഡോക്ടറുടെ ഒരു വൃത്തികെട്ട സമീപനത്തെ തുടർന്ന് ഈ പേര് മാറ്റേണ്ട ഗതികേടിലേക്ക് ചെട്ടിപ്പടിയിലെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് സാമൂഹ്യ ഗുണ്ടാ കേന്ദ്രം എന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് ആ ഡോക്ടറുടെ സമീപനം പോലും ഉണ്ടായിട്ടുള്ളത്. എനിക്ക് നിങ്ങൾ 11 മണിക്കാണ് ആശുപത്രിയിൽ എത്തുന്നത് എന്ന് അതുവരെ ഈ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും അടങ്ങിയ രോഗികളായ ആളുകൾ ഞായറാഴ്ചകളിൽ പോലും ക്യൂ നിന്നുകൊണ്ട് ഡോക്ടറെ കാത്തു നിൽക്കുമ്പോൾ 11 മണിക്ക് എത്തുന്ന ഡോക്ടർ, പിന്നീട് 1 മണിക്ക് വീട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടുന്ന ഡോക്ടർ. ഈ ഡോക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെയുള്ള രോഗികളടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തെ പല പ്രശ്നങ്ങളിലും ഇടപെടുന്ന പൊതുപ്രവർത്തകനായി വരുത്തി അദ്ദേഹം പോയി. കാരണം ഒരു സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പോലീസായാലും മറ്റ് മേഖലയായാലും വിളിക്കുമ്പോൾ അത് തങ്ങളുടെ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എന്തിനാണ് വിളിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെ ചെന്നപ്പോ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കി. പിന്നീട് ജാമ്യമില്ലാ വകുപ്പാണ് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഈ യാസർ അറഫാത്തിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. എന്നിട്ട് ജാമ്യം പോലും ലഭിക്കാതിരിക്കാൻ വേണ്ടി കോടതിയുടെ സമയം കഴിഞ്ഞിട്ട് യാസർ അറഫാത്തിനെ 5 മണിക്ക് ശേഷം ജഡ്ജിയുടെ ചേംബറിൽ ഹാജരാക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന്, അതായത് വീട്ടിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട് രോഗികളെ അടക്കം പരിശോധിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു ധിക്കാരിയായ ഡോക്ടറെ
കൃത്യനിർവഹണ തടസ്സമായിട്ടാണ് പരപ്പനങ്ങാടി പോലീസ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് പോലീസിന്റെ ഇത് ഉത്തരവാദിത്തപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിച്ചു, എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പടക്കമുള്ള കേസെടുത്തതെന്ന് ചോദിച്ചപ്പോ ഡോക്ടർമാരുടെ യൂണിയന്റെ പരാതിയാണത്രേ കേസെടുക്കാനുള്ള അത്തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി ജയിലടക്കാനുള്ള ഒരു വെമ്പലുണ്ടായത് എന്നാണ് SHO ആയിട്ടുള്ള നമ്മുടെ പരപ്പനങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത്. മാർച്ചിൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അക്ബർ പരപ്പനങ്ങാടി, നൌഫൽ പരപ്പനങ്ങാടി എന്നിവർ സംസാരിച്ചു. മാർച്ചിന് മുനിസിപ്പൽ പ്രസിഡന്റ് സിദ്ദീഖ് കെ, യൂസഫ് കോയത്തങ്ങൾ, ഷറഫു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.